വീട്ടിൽ പോയി. രാവിലെ തന്നെ ഇറങ്ങിയല്ലേ? കോയമ്പത്തൂർക്കല്ലേ? കയറി, ഞാൻ ടൗണിൽ വിടാം. വേണ്ട, ഇന്നലെ എൻഗേജ്മെന്റ് കഴിഞ്ഞ സ്ഥിതിക്ക് ഇന്ന് വണ്ടിയിലേക്ക് കയറാം. വീട്ടുകാരല്ലേ നിശ്ചയിച്ചിട്ടുള്ളൂ. അതെന്താ താനല്ലേ മുതലോട്ടെ? അത് വീട്ടുകാർ നിർബന്ധിച്ച് പെട്ടുന്നേ ഉള്ളൂ. അപ്പോൾ അനക്ക് പിടിച്ചില്ലേ? അതും നീ നടുറോട്ടിൽ വെച്ച് പറയേണ്ട കാര്യമല്ലല്ലോ. ഈ ബിടെക് എന്ന് പറയുന്നത് ഇത്ര ചാടക്കുള്ളതൊന്നുമില്ല. അത് ശരിയാ, പന്ത് പെറുക്കി നടക്കുന്നതിൻ്റെ അത്രയും വരില്ല. വെറുതെ പന്ത് പെറുക്കി നടക്കുന്നതല്ല, ഞാൻ ഇന്ത്യൻ ടീമിൻ്റെ പ്ലെയറാണ്. എനിക്കറിയുന്ന ഇന്ത്യൻ ടീം ദേ അവരാ. ഭാവിയിൽ ഇന്ത്യൻ ടീം ക്യാപ്റ്റൻ്റെ ഭാര്യ ആവണ്ടാണ്. ഈ കളി മാത്രം കണ്ടാൽ പോരാ. ഈ മോതിരം ഞാൻ ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഊരിത്തരണോ അതോ വീട്ടിലേക്ക് കൊടുത്തു വിടണോ? എന്തെന്നാ? ഏയ് ഒന്നുമില്ല. കായിക വാർത്തകൾ. കോയമ്പത്തൂരിൽ നടന്ന സന്തോഷ് ട്രോഫി ഫുട്ബോൾ സെമി ഫൈനലിൽ ബംഗാളിനെ തോൽപ്പിച്ച് കേരളം ഫൈനലിലെത്തി. പെനാൽറ്റി ഷൂട്ടൌട്ട് വരെ നീണ്ട വാശിയേറിയ മത്സരത്തിൽ 3-2 എന്ന ഗോൾ നിലയിലാണ് കേരളം ഫൈനലിൽ കടന്നത്. കളിക്കിടയിൽ കേരള ടീം ക്യാപ്റ്റൻ BP സത്യന് പരിക്കേറ്റു. പരിക്ക് ഗുരുതരമായാൽ സത്യൻ ഫൈനൽ കളിക്കാൻ ഇടയില്ലെന്ന് ടീം മാനേജർ അറിയിച്ചു. മിസ്റ്റർ ജാഫർ, സത്യൻ നല്ലൊരു കളിക്കാരനാണ്. പക്ഷേ അയാൾ ഈ നിലയിൽ കളിക്കുന്നത് വലിയ അപകടമാണ്. ഇന്നലത്തെ കളിയിലെ പരിക്കല്ല അയാളുടെ പ്രശ്നം. ഈ കാണുന്ന സ്റ്റീൽ റാഡിലാണ് അയാളുടെ ഇടതുകാൽ ഉറച്ചു നിന്നിരുന്നത്. ഇനി അത് അവിടെ തുടരുന്നത് ബുദ്ധിയല്ല. ചെറുപ്രായത്തിൽ അയാൾക്കുണ്ടായ പരുക്കിന് ശേഷം ഇട്ടതാണ്. പിന്നീട് ഒരിക്കലും മാറ്റിയില്ല. സർജറി ചെയ്ത് മാറ്റിയാൽ പിന്നീട് ഒരിക്കലും കളിക്കാൻ പറ്റില്ല എന്നുള്ള ബോധമുള്ളത് കൊണ്ടാവാം അയാളത് ചെയ്യാത്തത്. അപ്പോൾ സത്യന് ഇനി ഒരിക്കലും കളിക്കാൻ പറ്റില്ലെന്നാണോ സാർ പറയുന്നത്? ഏയ് എന്നല്ല, തൽക്കാലം കളിക്കാതിരിക്കുന്നതാണ് അയാളെ കാലുകൾക്ക് നല്ലത്. ഇനിയൊരു പരുക്കുണ്ടായ ഒരു പക്ഷേ അത് കൈ നിൽക്കില്ല. ഇതെന്താന്ന്? കത്തുകളാ നിനക്കുള്ളത്? എനക്കാ? വായിക്ക്. സത്യൻ ക്യാപ്റ്റൻ കേരള ടീം. പ്രിയപ്പെട്ട സത്യേട്ട, കളിയുടെ മാന്ത്രിക പരവതാനിയിൽ നിങ്ങൾ കളിക്കുന്നത് കാണാൻ ഒരുപാട് ഇഷ്ടമുണ്ട്. ഞാൻ മനസ്സിൽ കാണുന്നു ആ കളിയും കളിക്കാരനെയും. ഇന്ത്യൻ ജേഴ്സിയിലെ നിങ്ങളുടെ രൂപവും കുതിപ്പും സ്വപ്നം പോലെ കാണുന്നു. സന്തോഷ് ട്രോഫിയിൽ കേരളം മുത്തമിടുന്നത് കാണാൻ ഞാൻ കാത്തിരിക്കുന്നു. സ്നേഹപൂർവം സത്യേട്ടൻ്റെ കുത്തു കുത്തു കുത്ത്. ഭയങ്കര സാഹിത്യമാണല്ലോ. സത്യൻ ക്യാപ്റ്റൻ കേരള ടീം കോയമ്പത്തൂർ. അത്രയേ ഉള്ളൂ മേൽവിലാസം. ഇങ്ങനൊരു 10-20 എണ്ണം ഉണ്ട്. ആരാധികമാരാ. ആരാധികമാർ ഇത് അവന്മാർ നാട്ടിൽ നിന്ന് ചെയ്യുന്ന. എടാ, അവന്മാർക്ക് വേറെ പണിയില്ലേ? അല്ലെങ്കിൽ തന്നെ അതിൻ്റെ മേൽവിലാസം അവർക്കറിയില്ലേ? ഇത് കളിക്കാരനെ തേടി പിടിച്ച് കത്തെഴുതുന്ന ആരാധികമാരാ. ഇതൊരു പുതിയ സംഭവമൊന്നുമല്ല. ഒരഡ്രസ്സിൻ്റെ പുള്ളി മാറിക്കഴിഞ്ഞാൽ കത്ത് കിട്ടാത്ത കാലത്താണ്. നീ കേട്ടിട്ടില്ലേ ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ ഡോൺ ബ്രാഡ്മാൻ? ക്യാപ്റ്റൻ ഡോൺ ബ്രാഡ്മാൻ സംവെയർ ഇൻ ഓസ്ട്രേലിയ എന്ന് എഴുതിയാൽ അദ്ദേഹത്തിന് കത്തുകൾ കൃത്യമായിട്ട് കിട്ടുമായിരുന്നു. എടാ, കളിക്കാരൻ്റെ മേൽവിലാസം മൈതാനമാണ്. എവിടെയൊക്കെ ചുറ്റി സഞ്ചരിച്ചാലും പുൽപ്പരപ്പിലെ വെള്ള വരയ്ക്കുള്ളിൽ അതാണ് കളിക്കാരൻ്റെ വിലാസം. അത് ഓസ്ട്രേലിയ ആയാലും ഇവിടെ കോയമ്പത്തൂരായാലും. നീ ഈ വേദനയും വെച്ച് കിട്ടി കളിക്കാൻ ഇറങ്ങണം. ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പോരെന്നാ ഡോക്ടർമാർ ചോദിക്കുന്നത്. ജാഫർക്ക, ഇക്ക പറഞ്ഞ പോലെ ഒരു നാടിൻ്റെ മുഴുവൻ സ്വപ്നത്തിൻ്റെ പുറകെ ഓടുമ്പോൾ ഈ വേദന ഒന്നും അറിയില്ല.
ഒരു ഫുട്ബോളറുടെ ആയുസ് അവൻ്റെ കാലുകളാണ്. നീ ഫൈനൽ കളിക്കുന്നില്ല. அனிதாவுக்கு ஃபோன். யாரு? தெரியாது. ഹലോ. ഹലോ, ഞാനാണ്. ഞാനൊരു കാര്യം പറയാനാണ് വിളിച്ചത്. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ നാളെ ഫ്രണ്ട്സിൻ്റെ കൂടെ വന്നിട്ട് ഫൈനൽ കാണണം. ഞാനും ഉണ്ടാവും ഗാലറിയിൽ. വരാം. കളിക്കളത്തിൽ നിങ്ങൾ കളിക്കുന്ന കാണാൻ എനിക്കിഷ്ടം. നിങ്ങൾ കളിക്കുമെങ്കിൽ ഞാൻ വരാം. എനിക്കും ആഗ്രഹമുണ്ട്.